എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. ന്യൂ ഇയർ അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ല ഒരു വർഷം ആശംസിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്കൊരു പുതിയ കേക്ക് ഉണ്ടാക്കിയാലോ? സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഗായത്രി എന്തെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്? എൻ്റെ ആങ്ങളെ എൻ്റെ മോളാ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് എന്തെല്ലാം വേണ്ടത്? അപ്പം ഇതെന്നാ ഇനി ഇടുന്നത്? 1 കപ്പ് മൈദ. അത് അരിപ്പയിലിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി എന്നാ ഇടുന്നത്? 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എല്ലാം കൂടെ ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അതൊന്നും ഇങ്ങനെ അരിച്ചെടുക്കുന്നത്? അതപ്പം എല്ലാ ആ പൊടികളെല്ലാം നല്ലോണം മിക്സ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ശരി. ഇതാ രണ്ടാമത്തെ പ്രാവശ്യം. മൂന്നാമത്തെ പ്രാവശ്യം ഇത്? മൂന്നാമത്തെ പ്രാവശ്യം. അപ്പം ഇതിനി ഒരു ഭാഗത്ത് വെക്കാം അല്ലേ? ഇനി ഇതെന്നാ? മുട്ട 3 മുട്ടയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. മുട്ട ഉടക്കുന്ന കാര്യത്തിൽ ഇന്നെ സമ്മതിച്ചു ഗായത്രി, സമ്മതിച്ചു. തേങ്ങ ഉടക്കും പോലെ മുട്ട ഉടക്കുന്നത്. 3 മുട്ട ഇതിപ്പം ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്യുക. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിന് നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരും നമുക്ക് ബാറ്റർ. അയ്യോ, അത് ഇതിലൊന്ന് പോയില്ലേ? വാനില എസൻസ് ചേർക്കുന്ന വീഡിയോ കാണുന്നില്ലല്ലോ. സോറി, അതെങ്ങനെയോ വിട്ടുപോയിട്ടുണ്ട്. അപ്പം പഞ്ചസാര ഇട്ടിട്ട് അടിച്ച് കഴിഞ്ഞ് ഇനി അതേ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ തന്നെ. ഇതിപ്പോൾ 1/2 കപ്പല്ലേ ഒഴിച്ച്? ഇത് 1/2 കപ്പ്. ഇനി ഒരു 1/4 കപ്പും കൂടി ഒഴിക്കണം അല്ലേ? അത് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അങ്ങനെ അടിച്ചിതാക്കണം എന്നൊന്നുമില്ല. 1/4 കപ്പ് ഒഴിച്ച് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പം മറ്റേ പൊടിയിൽ ഇടണം അല്ലേ? നമ്മൾ അരിച്ച് വെച്ച പൊടി ഇതിൻ്റെ അകത്ത് കുറച്ചായിട്ട് ഇട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം. മെല്ലാണ് ചെയ്യണേ, മെല്ലാണ്. ഇപ്പോൾ നമ്മളെ ബാറ്റർ കുറച്ച് ഏകദേശം റെഡിയായി എത്തിന്. ഇനി എന്നാ ചേർക്കുന്നത്? ഇതിലിനി 1/4 ടീസ്പൂൺ വിനീഗർ, അതും കൂടി ചേർത്ത് ഒന്ന് ചെറിയ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അല്ലേ? പാനില് ഇത് 8 ഇഞ്ചിൻ്റെ പാനാണ് ഇത്. അതിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചെടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസ് എല്ലാം അങ്ങ് പോകൂല. അപ്പം ഇനി എന്നാ ചെയ്യാൻ പോകുന്നത്? ഇതിൽ നമുക്ക് ഇനി സ്ക്വയർ കൊണ്ട് ഒന്ന് ഇതാക്കിയെടുക്കാം. ഒന്നും കൂടി അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം പോയി കിട്ടുകയും ചെയ്യും. ഇത് കുക്കർ നമ്മൾ 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് ഒരു റിങ് ഇട്ടിട്ട് ഇത് വെച്ച് കൊടുക്കുക. ഇനി എത്ര മിനിറ്റ് വേവിക്കണം ഇത്? ഇത് 40 മുതൽ 45 മിനിറ്റ് വരെ വേവിക്കാം. ഇത് നമുക്ക് 30 മിനിറ്റ് കൊണ്ട് ആയിക്കിട്ടിനത്. ഓരോരോ ബർണറിനെ ബേസ് ചെയ്തിട്ടുണ്ടാവും. 30 മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇത് അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുമ്പോൾ 30 മിനിറ്റാ പോലും വെക്കൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് ആറി കഴിഞ്ഞ് അതുകൊണ്ട് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. സൈഡിലെല്ലാം ഒന്ന് കത്തി കൊണ്ടൊന്ന് നല്ലോണം കുത്തി കൊടുത്താൽ തന്നെ മതി, നമുക്ക് നല്ലോണം കിട്ടും.
അടിപൊളി. നല്ല ബ്രൗൺ കളറിൽ കൊക്കോ പൗഡർ ഇട്ടുകൊണ്ട് എന്തൊരു കളറാല്ലേ. ഇനി നമുക്കിനി ഇത് ലെയറാക്കാം. ഞാനിവിടെ 2 ലെയറാക്കുന്ന ചെയ്യുന്നത്. അപ്പോൾ അതിന് സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ട് നൂലുകൊണ്ട് ചുറ്റും വെച്ചിട്ട് ക്രോസ് ആക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. എളുപ്പത്തിൽ കഴിയും, വേഗം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ലെയറായി. ഇപ്പോൾ നമ്മളിവിടെ 2 ലെയറാക്കിയിട്ടുണ്ട്. ഒന്നട മാറ്റി വെച്ച് അതിലേക്ക് നമുക്കിപ്പോൾ വിപ്പ് ക്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രീമിനേക്ക് ഞാൻ 1 കപ്പ് ക്രീമാണ് ഇവിടെ എടുക്കുന്നത്. ഇത് ബീറ്റ് ചെയ്യണം അല്ലേ? ബീറ്റ് ചെയ്യണം. ഇത് ഷുഗർഡ് ക്രീം ആയതുകൊണ്ട് അങ്ങനെ തന്നെ ബീറ്റ് ചെയ്ത് നമ്മളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ ക്രീം നല്ല വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡിൽ ക്രീം കുറച്ച് തടവുക. ആ കേക്ക് ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുക. ഇനി നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ കേക്ക് അനങ്ങൂല അല്ലേ? അല്ല, അനങ്ങൂല. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്ത് കൊടുക്കാം. ഇതെന്തെന്നാ ഇത് ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്? എങ്ങനെയാണ്? ചൂടുവെള്ളത്തിൽ 4 ടീസ്പൂൺ പഞ്ചസാര, അത്രയേ ഉള്ളൂ. 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ. ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് കേക്ക് അല്ല, അപ്പോൾ ഗനാഷ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയ ഇത് വിപ്പിംഗ് ക്രീം, കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇടുന്നതാ. ഡാർക്ക് ചോക്ലേറ്റ് 1:2 റേഷ്യോയിൽ. 1:2. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗനാഷ് ഉണ്ടാക്കിയതിൻ്റെ തനി തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നോക്കിക്കോളി. പിന്നെ അതിൻ്റെ മേലേക്ക് പിന്നെയും ഗനാഷ് ഒഴിക്കുന്നു. പിന്നെ അടുത്ത ലെയർ കേക്ക് നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ പിന്നെയും ചെയ്യുന്നത്. പിന്നെ ഈ ഷുഗർ സിറപ്പ് എല്ലാവരുടെയും ഒഴിച്ചെടുക്കുക, ഗനാഷ് ഒഴിക്കുക. പിന്നെ നമ്മൾ നല്ലോണം പരത്തിയിട്ട് ക്രീം വെച്ചു. ക്രീം നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും ഞാൻ എടുത്തിട്ടാണ് പിന്നെ 2ാമത്തെ ലെയർ ചെയ്യുന്ന ക്രീം. അപ്പോൾ നമുക്ക് ക്രീം നല്ലോണം അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഫിനിഷിങ് ടച്ചോടെ കിട്ടുക. അതിൽ ബാക്കി വന്ന കുറച്ച് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഉരുക്കിയിട്ടിട്ട് ഒരു ചെറിയ പാമ്പ് പോലത്തെ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ഒന്നും ആവില്ല, ബിഗിനേഴ്സിനൊന്നും സാധ്യമല്ല. എന്നാലും പക്ഷെ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടാ, നല്ല ഭംഗിയില്ലേ. പിന്നെയും ഗണാഷ ഒഴിച്ചു കൊടുത്ത് മേലെ ഒരു ഡെക്കറേഷൻ. അപ്പോൾ കിറ്റ്കാറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ കിറ്റ്കാറ്റും കൂടെ വെച്ച് കൊടുത്ത് സ്ട്രോബെറിയും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഡെക്കറേഷൻ കഴിഞ്ഞു. സൂപ്പർ. ഈ സ്ട്രോബെറി ആണെങ്കിൽ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. ഓൻ അയിമല കണ്ണ് കണ്ട, കേക്കിനേക്കാളും ഓന് സ്ട്രോബെറി മല കണ്ണ്. മോനെ ഓ കേക്ക് കട്ട് ചെയ്യുന്നാ? ഹായ്. ഇവനെന്താന്ന് പറഞ്ഞൂടാ, ഇടക്കിടക്ക് ഇങ്ങനെ ഒരു മാസത്തിൽ 1-2 കേക്ക് ഇവന് കട്ട് ചെയ്യാൻ ഇങ്ങനെ കിട്ടും. അത് അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു യോഗം ഒത്തു വരും. നല്ല സോഫ്റ്റ് സ്പോഞ്ചി കേക്കാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. മോനെ അതാ കൈമലെന്തോ ആയിട്ടുണ്ട്. അതാ കൈമല അതാ കേക്കിൻ്റെ ക്രീമായി. നന്നാ. ഓ സൂപ്പറാ. അവന് ആ കൈ പൊന്തിച്ചാ സൂപ്പർ എന്നാ അതിൻ്റെ അർത്ഥം. അപ്പം എന്തായാലും അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.